ഇല്ലേ പള്ളിയുടെ മുന്നിൽ പോകേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യും, എനിക്ക് നിർബന്ധമൊന്നുമില്ല. എടാ നിന്റെ പെണ്ണുമ്പിള്ളയ്ക്ക് മക്കൾക്ക് തിന്നാൻ ചോറില്ലെങ്കിൽ എനിക്കെന്താ ഇവിടെ? നിനക്ക് വേണമെങ്കിൽ നിങ്ങൾ പൊക്ക്. അള്ളാഹു പറയുകയാ, കേട്ടോ, ഞാനല്ല അള്ളയാ പറഞ്ഞേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹു പറയുകയാ, സൂറത്തു ത്വാഹ അതിന്റെ അവസാനത്തെ പേജ് എടുത്തു നോക്ക്. അള്ളാഹു പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ലാഹു പറയുകയാ, അള്ളയാ പറഞ്ഞേ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ത്വാഹയുടെ അവസാന പേജ് എടുത്തിട്ട് ഈ ആയത്തിന്റെ അർത്ഥം വായിച്ചു നോക്ക്. അള്ളാഹ് പറയുകയാ, നീയും നിന്റെ കുടുംബവും 5 വഖത്ത് നമസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ലാഹു പറയുന്ന ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് അല്ലാഹുവാണ് പറയുന്നത്, ഖുർആനാണ് പറയുന്നത്, സൂറത്ത് ത്വാഹയാണ് പറയുന്നത്. വാപ്പാ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും 5 വഖത്ത് നമസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാമെന്ന് പടച്ചുറപ്പാണ് പറയുന്നത്. ഒരിക്കലും നീ പേടിക്കണ്ട. ആരുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാലും നിന്റെ വീടിന്റെ അകത്ത് പട്ടിണിയില്ല. സാക്ഷാൽ അംബാനിയുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാലും ഈ നാട്ടിലെ നിന്റെ കൂരയ്ക്കകത്ത് ഒരിക്കലും മന്നം മുടങ്ങൂല. ഒരുത്തന്റെ മുന്നിലും കൈനീട്ടി യാചിക്കാ പോകണ്ട. രണ്ടാമത്